മോഹൻലാൽ ആരാധകർക്ക് വലിയൊരു നിരാശ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. പറഞ്ഞു വരുന്നത് സാക്ഷാൽ ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമ ഡ്രോപ്പായി പോയി എന്നതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ സാക്ഷാൽ മോഹൻലാൽ തന്നെ അഭിമുഖങ്ങളിൽ ഒക്കെ പറഞ്ഞിരുന്നു താൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ജിത്തു മാധവൻ ഒരുക്കാൻ പോകുന്ന ചിത്രമാണെന്ന്. അതിനുവേണ്ടിയിട്ടുള്ള ഡിസ്കഷനും വലിയ മുന്നൊരുക്കങ്ങളും ഒക്കെ നടന്നിരുന്നു. എന്നാൽ അത് നടക്കാതെ പോയി. അതിന്റെ പിന്നാലെയാണ് ജിത്തു മാധവൻ സൂര്യ ചിത്രം ഒരുക്കാനായി അങ്ങ് തമിഴകത്തേക്ക് പോയത്. മോഹൻലാൽ ഫാൻസിന് നിരാശ സമ്മാനിച്ച് സൂര്യ ഫാൻസിന് പ്രതീക്ഷ നൽകിയ ജിത്തു മാധവനെ കുറിച്ച് പറയുമ്പോഴും ജിത്തു മാധവൻ വീണ്ടും കൈയടി നേടുകയാണ് ബാലൻ എന്ന ചിത്രത്തിലൂടെ. ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയെന്ന് കണ്ണും പൂട്ടി പറയാവുന്ന ഒന്നാണ് ബാലൻ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം പറയുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സെൻസേഷണൽ ഹിറ്റിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പുതുവങ്ങളെ അണിനിരത്തി ഒരുക്കിയ ചിത്രം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് കരുതപ്പെടുകയാണ്. ജാനേമൻ, മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളുടെ യാതൊരു ഷെയ്ഡുമില്ലാതെയാണ് ചിദംബരം ബാലൻ ഒരുക്കിയത്. ആവേശം എന്ന സൂപ്പർ ഹിറ്റ് ഒരുക്കിയ ജിത്തു മാധവനാണ് ബാലന്റെ തിരക്കഥ ഒരുക്കിയത്. ആവേശത്തിന് ശേഷം ജിത്തു തിരക്കഥ ഒരുക്കിയ പൈങ്കിളി വൻ പരാജയമായിരുന്നു. സോഷ്യൽ മീഡിയയിലും പൈങ്കിളി വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. ഒരു പൈങ്കിളി കൊണ്ട് എഴുതിത്തള്ളേണ്ട ആളല്ല താനെന്ന് ജിത്തു മാധവൻ ബാലനിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളിലൂടെ കടന്നുപോകുന്ന പല ലെയറുകളുള്ള കഥാപാത്രങ്ങൾ നിറഞ്ഞ ഗംഭീര സ്ക്രിപ്റ്റാണ് ബാലന്റേത്. കോമഡിയും ഇമോഷനും ത്രില്ലുമെല്ലാം നിറഞ്ഞ ഇത്തരം സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയാക്കുക എന്നത് അധികമാർക്കും സാധിക്കാത്ത കാര്യമാണ്. അവിടെയാണ് ജിത്തു മാധവൻ എന്ന തിരക്കഥാകൃത്ത് വിജയിച്ചത്. ആവേശം, രോമാഞ്ചം എന്നീ സിനിമകൾ പോലെ കൊമേഴ്ഷ്യൽ എലമെന്റുകൾ നിറഞ്ഞ സ്ക്രിപ്റ്റ് ഒരുക്കിയ ജിത്തുവാണോ ഇതുപോലെ ക്ലാസ് സ്ക്രിപ്റ്റ് എഴുതിയതെന്ന് ചില സമയം തോന്നിപ്പോകും. എല്ലാ ജോണറും തനിക്ക് സാധ്യമാകുമെന്ന് ബാലനിലൂടെ ജിത്തു തെളിയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ സീനിൽ പ്രധാന കഥാപാത്രങ്ങളായ അമ്മയും മകനുമായി വളരെ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ സൃഷ്ടിച്ചെടുക്കാൻ ജിത്തുവിന് സാധിച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനിൽ വന്നുപോകുന്ന ഓരോ കഥാപാത്രത്തിനും കൃത്യമായ ഐഡന്റിറ്റി നൽകാനും അവരുടെ ഇമോഷണൽ കൃത്യമായി വരച്ചിടാനും ജിത്തുവിന്റെ സ്ക്രിപ്റ്റിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബാലൻ ഹിറ്റായതോടെ രണ്ട് താരങ്ങളുടെ ആരാധകരുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. തമിഴ് താരം സൂര്യയുടെ ഫാൻസിന് ബാലന്റെ വിജയം നൽകുന്ന ആവേശം ചെറുതല്ല. ബാലനെക്കുറിച്ച് തമിഴകം അറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതും ഇതുതന്നെയാണ്. കാരണം സൂര്യയുടെ ജിത്തു മാധവൻ ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 13 വർഷത്തെ ഹിറ്റില്ല സ്ട്രൈക്ക് കറുപ്പിലൂടെ അവസാനിപ്പിച്ച സൂര്യയുടെ വിശ്വരൂപം സൂര്യ 47 കാണാനാകും എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ മോഹൻലാൽ ഫാൻസിന് ചിലർക്ക് ബാലന്റെ വിജയം ചെറിയ നിരാശ സമ്മാനിക്കുന്നുണ്ട്. ആവേശത്തിന് ശേഷം ജിത്തു മാധവന്റെ അടുത്ത ചിത്രം മോഹൻലാലിനൊപ്പമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ്. ഗോകുലം ഗോപാലൻ ഈ ചിത്രം നിർമ്മിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ ചർച്ച എങ്ങുമെത്താതെ പോവുകയും ചെയ്തു. യുവ സംവിധായകരിൽ ഗംഭീര പൊട്ടൻഷ്യൽ ഉള്ളവരിൽ ഒരാളായ ജിത്തു മാധവനൊപ്പമുള്ള സിനിമ മോഹൻലാൽ കൈവിട്ടതിൽ നിരാശ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും അണിയറിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഈ ചിത്രം അങ്ങനെ ഡ്രോപ്പായി പോയിട്ടില്ല എന്നതാണ്. ജിത്തു മാധവൻ ഒരുക്കാനിരുന്ന മോഹൻലാൽ സിനിമ ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ്. മോഹൻലാലിന് ഒത്തിരി ഡേറ്റ് കൊടുക്കേണ്ട സബ്ജക്റ്റ് ആണെന്നാണ് അന്ന് പറഞ്ഞു വെച്ചത്. അതിനാൽ തന്നെ ആ സമയത്ത് മോഹൻലാലിന് ഇത്രയും ഒരു ദിവസം നീക്കിവെക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ജിത്തു മാധവൻ മറ്റൊരു സിനിമയിലേക്ക് പോവുകയും ഈ ചിത്രം തള്ളിവെക്കുകയും ചെയ്തിരിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഡ്രോപ്പായതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിലും ഈ ചിത്രം ഭാവിയിൽ സംഭവിക്കാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പ്രമുഖ മൂവി അനലിസ്റ്റുകളും നമുക്ക് റിപ്പോർട്ടുകൾ നൽകിയതും. എന്തായാലും ഇപ്പോൾ മോഹൻലാൽ ആരാധകർ നിരാശപ്പെടുന്നെങ്കിലും ഭാവിയിൽ മോഹൻലാൽ ജിത്തു മാധവൻ സിനിമ വരുമെന്ന് ഉറപ്പാണ്. കാരണം ജിത്തു മാധവൻ ബാലനിലൂടെ ഇങ്ങനെയും ഒരു സ്ക്രിപ്റ്റ് ഒരുക്കുമ്പോൾ മോഹൻലാലിനെ വെച്ച് ഒരുക്കിയ സ്ക്രിപ്റ്റ് എന്തായിരിക്കുമെന്ന് ആലോചിച്ച് കണ്ടുതള്ളുകയാണ് ആരാധകരല്ല. മോഹൻലാലിലേക്ക് അദ്ദേഹം എത്തുകയും മോഹൻലാൽ അത് ചെയ്യുമെന്ന് ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തപ്പോൾ ആ സ്ക്രിപ്റ്റ് ഗംഭീരമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ജിത്തു മാധവന്റെ ആവേശം പോലെയൊക്കെയാണ് പ്രേക്ഷകർ മോഹൻലാൽ സിനിമയെ കണക്ട് ചെയ്യുന്നത് എങ്കിലും അതിലും വ്യത്യസ്തമായ ഗംഭീര സംഭവമാകാനുള്ള സാധ്യതയുണ്ട്. ഈ നിരാശകൾക്കൊക്കെ ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെയും പ്രത്യാശ. എന്നാൽ മറ്റൊരിടത്ത് ഒരു ഹാപ്പി ന്യൂസ് കൂടി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു എന്നത് മറ്റൊരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായി മാറുന്നു. കാരണം കുറച്ച് വലിയ ഗ്യാപ്പിന് ശേഷം സാക്ഷാൽ അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ട്രെൻഡ് സെറ്റർ ചിത്രങ്ങളിൽ ഒന്നായിരുന്ന പ്രേമത്തിന്റെ സംവിധായകനും നായകനും വീണ്ടും ഒന്നിക്കുകയാണ്. അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിവിൻ പോളിയുടെ കരിയറിലെ 50ാമത്തെ ചിത്രം കൂടിയാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് എറണാകുളം പത്മ തിയേറ്ററിൽ വെച്ച് നടക്കും. NP50, അതായത് നിവിൻ പോളിയുടെ 50ാമത്തെ ചിത്രം എന്നാണ് ചിത്രത്തിന്റെ നിലവിലെ വർക്കിംഗ് ടൈറ്റിൽ. മലയാളത്തിലെ ഏറ്റവും ട്രെൻഡ് സെറ്റർ ആയിരുന്ന ചിത്രത്തിന്റെ ടീം വീണ്ടും ഒന്നിക്കുന്ന കാരണത്താൽ തന്നെ വലിയ ഹൈപ്പ് വരാൻ പോകുന്ന ചിത്രമായിരിക്കും ഇത്. പ്രേമം കൂടാതെ അതിനു മുമ്പെത്തിയ അൽഫോൺസ് പുത്രന്റെ സംവിധാന അരങ്ങേറ്റം കൂടിയായിരുന്ന നേരത്തിലും നിവിൻ പോളി അഭിനയിച്ചിട്ടുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും വലിയ വിജയമായിരുന്നു. നിവിൻ പോളിയുടെ കരിയറിന്റെ തുടക്കത്തിൽ ശ്രദ്ധേയ വിജയങ്ങളായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും. പ്രേമം കഴിഞ്ഞ് ഒരു ചിത്രം മാത്രമേ അൽഫോൺസ് പുത്രന്റേതായി പുറത്തിറങ്ങിയിട്ടുള്ളൂ. പൃഥ്വിരാജ് നായകനായ ഗോൾഡ് ആയിരുന്നു അത്. പ്രേമം പുറത്തിറങ്ങി 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2022-ലാണ് ഗോൾഡ് എത്തിയത്. ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രം പക്ഷേ ജനപ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ടു. അൽഫോൺസ് പുത്രന്റെ നെഗറ്റീവ് അഭിപ്രായം വന്ന ആദ്യ സിനിമയും ഇതാണ്. ഇതിനിടെ നടൻ എന്ന നിലയിൽ ചില ശ്രദ്ധേയ ചിത്രങ്ങളും അൽഫോൺസ് എത്തിയിരുന്നു. ഇതിൽ സർവം മായയിലും വാഴയിലെയും കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധ
നേടിയിരുന്നു. നിവിൻ പോളി നായകനായ വിജയ് ചിത്രം സർവം മായയിൽ ഇരുവരും തമ്മിലുള്ള കോമ്പിനേഷൻ സീനും ഉണ്ടായിരുന്നു. തിയേറ്ററിൽ വലിയ കൈയടി നേടിയ രംഗം കൂടിയായിരുന്നു ഇത്. മോട്ടോക്രോസ് പശ്ചാത്തലമാക്കുന്ന സിനിമയെന്ന് സോഷ്യൽ മീഡിയയിൽ പുതിയ നിവിൻ പോളി അൽഫോൺസ് പുത്രൻ ചിത്രത്തെക്കുറിച്ച് പ്രചാരമുണ്ട്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ഇത് ചില ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായി മാറി.